കുറേ നാളത്തൊരാഗ്രഹമായിരുന്നു ആദിയോഗിയിലേക്കൊരു യാത്ര പോകണമെന്ന്. ഇതാ ഞങ്ങളിപ്പോൾ ആദിയോഗിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്രയും മഴ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാ പോകുന്ന വഴി ഞങ്ങളിത് കുറച്ച് നൊങ്കിൻ്റെ വെള്ളം നൊങ്ക് ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. അവരവിടെ ഫ്രഷായിട്ട് ചെത്തിയെടുത്ത നൊങ്കാന്ന് പറഞ്ഞു. ഒരുപാട് ആൾക്കാർ അവിടെ വണ്ടി നിർത്തി വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും വാങ്ങിച്ചു. കുറച്ച് വിശപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറി ഞാനത് ആസ്വദിച്ച് കുടിക്കുകയാണ്. ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിതാ വഴിയിൽ ഉള്ളിയുടെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നേ. കുറേ വണ്ടി നിർത്തി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും അതേപോലെ ഇറങ്ങി കുറച്ച് ഉള്ളിയൊക്കെ മേടിച്ചു. നമ്മളവിടെയൊക്കെ ഉള്ളി ഫുള്ള് ചീത്തയായിട്ടുണ്ട് മഴ പെയ്യുന്നതുകൊണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് ഉള്ളി വാങ്ങിച്ച് ഞങ്ങൾ ആദിയോഗിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ആദിയോഗിയുടെ അകത്തുള്ള കുറച്ച് കച്ചവട പരിപാടികളാണ്. നല്ല നല്ല ഭംഗിയുള്ള കുറേ പാവകളും കുറേ ഐറ്റംസ് ഉണ്ട് അവിടെ ഭംഗിയിലുണ്ടാക്കി വെച്ച്. അത് കഴിഞ്ഞ് ഇതാ ടോയ്ലറ്റ്, അവിടുത്തെ ടോയ്ലറ്റ് ഒരു പ്രത്യേക രീതിയിൽ നിർമ്മിച്ചതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓല കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞിതാ ഫുഡ് ഐറ്റംസ്, നല്ല സൂപ്പർ ഭക്ഷണങ്ങളുണ്ട്. ആദിയോഗിയുടെ തിരക്ക് നോക്കൂ, നല്ല തിരക്കാണ്. അവിടെ മഴയൊന്നുമില്ല, നല്ല അന്തരീക്ഷമാണ്, നല്ല തിരക്കാണ്. ഇത് 2017 ഒരു ശിവരാത്രി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനോഗ്രേറ്റ് ചെയ്ത് തന്നെയാണ്. നമുക്ക് 112 അടി ഉയരമുണ്ട്, സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇത് പ്ലാൻ ചെയ്ത് തന്നെ 2 വർഷം പ്ലാൻ ചെയ്തിട്ടാണ് അവരിത് ഉണ്ടാക്കുന്നത് തന്നെ. ഞങ്ങളിതിൻ്റെ ചുറ്റിലും നടന്നേ. കഴുത്തിലെ രുദ്രാക്ഷമാല കണ്ടില്ലേ? ആ രുദ്രാക്ഷമാല ഒരുപാട് രുദ്രാക്ഷ മാലകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. കണ്ടു കഴിഞ്ഞാൽ ഒറ്റ മാലയാണ്, പക്ഷെ ഒരുപാട് രുദ്രാക്ഷമാലകളാണ് കഴുത്തിലുള്ളതെല്ലാം. നിറയെ ആളുകളാണ്, എണ്ണിയാലടങ്ങാൻ പറ്റാത്ത അത്ര ആളുകളുണ്ട്. എല്ലാവരും നല്ല ഭക്തിയോടെ ഇരുന്ന് ലേസർ ഷോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഞങ്ങളും അവിടെ ഇരുന്ന് ലേസർ ഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏകദേശം ലേസർ ഷോ തുടങ്ങാനുള്ള സമയമായി. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് എല്ലാവരും ഇരിക്കണം, മൊബൈൽ ഫോണിൻ്റെ ടോർച്ച് ലൈറ്റുകൾ ഫ്ലാഷ് അടിച്ചിട്ടൊന്നും വീഡിയോ എടുക്കരുത്, എല്ലാവരും ഇരിക്കുവാണ് താഴെ. ഏകദേശം 7 മണിക്ക് ലേസർ ഷോ തുടങ്ങും. 7 മണിക്ക് എന്നാണ് അവിടെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ തുടങ്ങിയപ്പോൾ 7:15 കുറച്ച് വെളിച്ചമൊക്കെ പോയി, ഏകദേശം തുടങ്ങാനായി. അവിടെ യോഗ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദിയോഗിയുടെ ഫ്രണ്ടിൽ ആ കുഞ്ഞു കെട്ടിടത്തിനകത്ത് യോഗ നടക്കുന്നുണ്ട്. എല്ലാവരും ഭക്തിയോടെയാണ് അവിടെ ഇരിക്കുന്നത്. ലേസർ ഷോ തുടങ്ങി. ഞാനത് നല്ല സ്പീഡിൽ കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. 15 മിനിറ്റാണ് ലേസർ ഷോ ഉള്ളത്. ഇതിൻ്റെ ഭംഗി വിവരിക്കാൻ പറ്റാത്തതാണ്. ഇത് ഒരു ക്യാമറകൾക്കും ഒപ്പിയെടുക്കാൻ പറ്റില്ല. അവിടെ തന്നെ വന്ന് കണ്ട് തന്നെ ഇവിടെ വന്ന് കണ്ട് ആസ്വദിക്കണം. ഇത് നമ്മളെ കണ്ണുകൊണ്ട് കാണണം. Spectacular being is not of the past, but the future of humanity. To move humanity from hallucinations of ups and downs. 15 മിനിറ്റ് മാത്രമേ ഷോ ഉള്ളൂ കേട്ടോ. കറക്റ്റ് 8 മണി വരെ ഇവിടെ ഉള്ളൂ പ്രവേശനം. രാവിലെ
തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 8 മണി വരെ പ്രവേശനമുള്ളൂ രാത്രി. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കൂ. Namaskaram. We are glad to announce that cultural offerings ഞാനൊരു യൂട്യൂബറല്ല, എനിക്കിതിനെക്കുറിച്ച് പറയാനൊന്നും അറിയില്ല. പക്ഷേ ഒരു വല്ലാത്തൊരു ഫീല് തോന്നിയപ്പോൾ ഞാൻ നിങ്ങളിലും കൂടെ എത്തിച്ചെന്നുള്ളൂ. ഒരുപാട് ആൾക്കാർ ഇതിന് മുന്നേ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരുണ്ട്. അപ്പം പറ്റുന്നവർ അവിടെ നേരിട്ടൊന്ന് പോയിട്ട് ഷോ കാണുക. അതിൻ്റെ ആ ഒരു ഫീല് തിരിച്ചറിയണമെങ്കിൽ അവിടെ പോകണം. അപ്പോൾ ഫീല് തിരിച്ചറിയുക. Thank you for watching.